കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പരീക്ഷാചൂടിനിടയിൽ റേഡിയോ പ്രിയോറിന്റെ ഒരു എപ്പിസോഡുമായി HCLA സ്റ്റുഡൻസും ഗ്രീറ്റ് ടീച്ചർക്കുമൊപ്പം സൈനിങ് ഇൻ ആഗ്നസ് സുനീറ്റ ആൻഡ് പ്രപഞ്ച VP. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ചലച്ചിത്ര നാടക രംഗത്തും അതോടൊപ്പം സീരിയൽ രംഗത്തും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ശ്രീ കുമരകൻ രഘുനാഥ്. ഇന്നത്തെ നമ്മുടെ റേഡിയോ പ്രിയോറിൽ സന്ദേശങ്ങൾ നൽകുന്നു ശ്രീ കുമരകൻ രഘുനാഥ്. ഞാൻ കുമരകം രഘുനാഥ്. റേഡിയോ എക്കാലവും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു മാധ്യമമാണ്. സെൻറ്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ റേഡിയോ പ്രയർ എന്ന പേരിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ ശ്രവ്യ മാധ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം അതിൽ ഓരോ പ്രവർത്തകർക്കും, അധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മെ സംഗീത സാന്ദ്രമാക്കുന്നു വൈഗ യോഗേഷ്. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പരന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാൾ ചിലപ്പും വെറ്റില ചെല്ലത്തിനോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ടു മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉറങ്ങ് 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 ഉറങ്ങ്. നീ നടന്നു പോകുമാ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയായി നീ തൊട്ടു. എവിടെ നിന്നതേതുമേ താനെ അങ്ങു നീട്ടുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ
തൊട്ടുതലോടിക്കൊണ്ട് കാറ്റില്ലേ നൊമ്പരം മാറ്റിടുവാൻ. ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. കൂടും ഇരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും. നീ എന്താണിക്കിടത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും. കുഞ്ഞിളം വാവേ കഥ കേട്ടു മെല്ലെ മിഴിപൂക്കൾ മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. എന്താ ചൂടല്ലേ? ഈ ചൂട് നമ്മുടെ ശരീരത്തെയും ശാരീരിക പ്രവർത്തനങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിച്ചേ പറ്റൂ. ചൂട് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു പ്രപഞ്ച VP. നമസ്കാരം, എൻ്റെ പേര് പ്രപഞ്ച VP. ഞാൻ 8Cയിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് ചൂടുകാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ആരോഗ്യ നിരീക്ഷണങ്ങളാണ്. ചൂട് കൂടുന്നു. ദിവസവും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും ഈ കാലാവസ്ഥയിൽ അവ നമ്മെ ക്ഷീണിപ്പിക്കുന്നു. അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് ശരീരത്തിലെയും ചൂട് കൂടുകയും അതുമൂലം ജലാംശത്തിൽ നിന്ന് വരുന്ന കുറവുമാണ് ഇതിന് മുഖ്യ കാരണം. വിയർപ്പിലൂടെ മുൻകാലത്തേക്കാൾ കൂടുതൽ ജലാംശം നഷ്ടപ്പെടുന്നു. വെള്ളം കുടിച്ച് ഇത് നിൽക്കാതെ വരുന്ന സമയത്താണ് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൂടുകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വേണ്ടത്ര അളവിൽ വെള്ളം കുടിക്കണം എന്നതാണ്. കൃത്രിമമായ പാനീയങ്ങൾ, തണുപ്പിച്ച പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കാം. ദാഹം അകറ്റുന്നതിന് ശരീരത്തിന്റെ താപനിലയിലുള്ള വെള്ളം കുടിക്കുന്നതാണ് ഉചിതം. ചെറു ചൂടുള്ളതായാൽ ദാഹം പെട്ടെന്ന് ശമിക്കുന്നതായും കാണാം. മൺകൂജ പോലെ സ്വാഭാവികമായി തണുപ്പിച്ച് എടുക്കുന്ന വെള്ളവും കുടിക്കാവുന്നതാണ്. സംഭാരം, ഇളനീർ, മധുരം ചേർക്കാത്ത പഴച്ചാറുകൾ ഇവ ശീലിക്കാം. ആഹാരം ഒരു നേരമെങ്കിലും ദ്രവ സ്വഭാവത്തിലുള്ളതാക്കാം. കഞ്ഞി, സൂപ്പുകൾ ഇവ ഇതിനുള്ള സാധ്യത വിപുലമാക്കുന്നു. ദ്രവാംശം ഒട്ടും ഇല്ലാതെ ഉപ്പേരി, മെഴുക്കുപുരട്ടി, ഓംലേറ്റ് എന്നിവ മാത്രം കൂട്ടി ചോറുണ്ണുന്നവരുണ്ട്. ഈ ശീലം ദഹനത്തെയും ശരീരത്തിലെ ജലാംശത്തിന്റെ അളവിനെയും പ്രതികൂലമാക്കി ബാധിക്കാവുന്ന ഒന്നാണ്. ശ്രദ്ധേയമായ മറ്റൊരു പ്രധാന കാര്യം ആഹാര പദാർത്ഥങ്ങളുടെ ഗുണമാണ്. മുതിര പോലുള്ളവ സ്വഭാവേന ചൂടാണ്. മാംസം, മുട്ട എന്നിവയും ഈ ഗണത്തിൽപ്പെടുന്നു. അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ശരീരത്തിനകത്തേക്ക് കഴിവതും ഉഷ്ണ സ്വഭാവമുള്ളവ ചെല്ലാതെ ശ്രദ്ധിക്കാം. സ്വാഭാവികമായി തണുപ്പ് ഗുണമുള്ള മത്തങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ തുടങ്ങിയ പച്ചക്കറികൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം. ശരീരത്തിന് ചൂട് പകരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എരിവ്, പുളി, ഉപ്പ് എന്നീ രസങ്ങൾ. ഇവ രുചികരമാണെങ്കിൽ കൂടെ ഉഷ്ണ സ്വഭാവം ഉള്ളവരാണ്. ഇവയുടെ കൂടുതലുള്ള ഉപയോഗം ശരീരത്തിന് കൂടുതൽ ഉഷ്ണഗുണം പകരുന്നു. അതുകൊണ്ട് ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മാംസാഹാരങ്ങളുടെ ഉപയോഗവും കുറയ്ക്കേണ്ടതാണ്. പൊടികൾ ചേർക്കുന്നതിന് പകരം അവ ചതച്ച് ഉപയോഗിക്കേണ്ടതാണ്. അച്ചാറുകൾക്ക് പകരം ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് അരയ്ക്കുന്ന ചമ്മന്തി ഉപയോഗിക്കാം. തണുപ്പിച്ച പാനീയങ്ങൾ, ഐസ്ക്രീം തുടങ്ങിയവ തണുപ്പാണെങ്കിലും ആരോഗ്യകരമല്ല. ശരീരോഷ്മാവിനെയും ദഹന വ്യവസ്ഥയെയും ഇത് സാരമാക്കി ബാധിക്കും. ഇതുപോലെ തന്നെയാണ് തൈര്. തണുപ്പാണെന്ന് തോന്നുമെങ്കിലും ഇത് ഉൾപ്പുഴുക്കുണ്ടാക്കും. വെണ്ണ മാറ്റി വെള്ളം ചേർത്ത് തയ്യാറാക്കുന്ന മോര് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പാല്, നെയ്യ് എന്നിവയും ഉപയോഗിക്കാം. അവയെ ദഹിപ്പിക്കാനുള്ള ശേഷി തന്റെ ദഹന വ്യവസ്ഥയ്ക്കു ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ് ചൂടുകാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ആരോഗ്യ നിരീക്ഷണങ്ങൾ. നന്ദി. നല്ല ചൂടല്ലേ? നമുക്ക് കൂളാകണ്ടേ? എന്നാലും
നമ്മളൊരു ABC ജ്യൂസ് കുടിച്ചാലോ? ABC ജ്യൂസ് റെസിപ്പിയുമായി വരുന്നു അയന വിജു. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ ഒരു റെസിപ്പി പറയാൻ പോകുകയാണ്. ABC റെസിപ്പി. അത് വളരെ ഹെൽത്തി ആയ ഒരു ജ്യൂസും കൂടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഐറ്റംസ് മാത്രം മതി. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. ആദ്യം ആപ്പിൾ ഒരെണ്ണം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഹാഫ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ക്യാരറ്റും കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മിക്സിയിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ആപ്പിളും ഹാഫ് ബീട്രൂട്ടും ഒരു ക്യാരറ്റും ചേർക്കണം. എന്നിട്ട് ഓൾറെഡി ആപ്പിളിന് മധുരം ഉണ്ടാകും. ഇനിയും മധുരം വേണമെന്നാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഹണിയും നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ 1 കപ്പ് ഓഫ് വാട്ടർ, ഐസ് ക്യൂബ്സ് എന്നിവയും കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നമുക്ക് വിറ്റമിൻ എ, വിറ്റമിൻ സി, സ്കിൻ ഗ്ലോയിങ്ങിനും ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു ജ്യൂസും കൂടിയാണ് ABC എന്ന ജ്യൂസ്. പിന്നീടാണ് അത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ശരീരഭാരം കുറയ്ക്കാനും കണ്ണിനും കാഴ്ചയ്ക്കും വിറ്റമിൻ എയും സിയും എല്ലാം ഉണ്ടെന്ന് ഉള്ള അറിവ് കിട്ടിയതും എല്ലാവരും അതിപ്പോൾ പരസ്യമായി യൂസ് ചെയ്യാനും തുടങ്ങിയത്. ഇത് നമുക്ക് വേനൽക്കാലങ്ങളിൽ നല്ല ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് തണുത്ത് നല്ല കുടിച്ചാൽ ഹെൽത്തി ആയിട്ടും നമ്മൾ ഇരിക്കും. അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടാകും. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും സമ്മർ വെക്കേഷനിൽ വീട്ടിൽ ചെയ്തു നോക്കണം കൂട്ടുകാരെ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കൂട്ടുകാരെ, നിങ്ങളുടെ പുസ്തക വായന കുറഞ്ഞോ? എങ്കിൽ ഇതാ നിങ്ങൾക്ക് മുൻപിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന നോവൽ പരിചയപ്പെടുത്തുന്നു ഹെന്ന പീറ്റർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഒരു മനുഷ്യൻ. ആ ഒരു മനുഷ്യൻ എന്ന നോവലിന്റെ പുസ്തക പരിചയപ്പെടുത്തലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. മലയാളത്തിലെ ചെറുകഥാകാരന്മാരിൽ സവിശേഷമായ സ്ഥാനമാണ് വൈക്കം മുഹമ്മദ് ബഷീറിനുള്ളത്. അനുഭവ സമ്പത്ത് കൊണ്ടും രചനയുടെ വൈവിധ്യം കൊണ്ടുമുള്ള അസാധാരണത്വം അദ്ദേഹത്തിന്റെ കഥകൾക്കുണ്ട്. ഒരു മനുഷ്യൻ എന്ന കഥയും ഇതിനെ സാധൂകരിക്കുന്നതാണ്. കേരളത്തിൽ നിന്നും വളരെ അകലെ പർവ്വതനിരകളുടെ താഴ്വരയിലുള്ള ഒരു വലിയ നഗരത്തിലാണ് കഥാനായകന്റെ താമസം. ദയക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു അത്. ക്രൂരതയാണ് അവിടുത്തെ മുഖഭാവം. കൊലപാതകം, കൂട്ടക്കവർച്ച, പോക്കറ്റടി ഇതെല്ലാം അവിടുത്തെ നിത്യസംഭവങ്ങളാണ്. പണത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്നവരാണ് അവിടുത്തെ ജനങ്ങൾ. അതിനുവേണ്ടി എന്തു ചെയ്യാനും ആരെ കൊല്ലുവാനും മടിക്കാൻ നിൽക്കാത്ത കൂട്ടരാണ് അവർ. ആ നഗരത്തിലെ ഒരു വലിയ വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ട മുറിയിലാണ് കഥാനായകൻ താമസിക്കുന്നത്. ഒരു ദിവസം വൈകുന്നേരം ഫുൾ സ്യൂട്ടിൽ കഥാനായകൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ എത്തുന്നു. കോട്ടിൻ്റെ പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട്. അതിൽ 14 രൂപയുമുണ്ട്. അതാണ് അയാളുടെ ആകെ സ്വത്ത്. ഹോട്ടലിൽ നിന്ന് ചപ്പാത്തിയും ഇറച്ചിയും കഴിച്ച് ചായയും കുടിച്ച് 3/4 രൂപയോളമായി ബില്ല്. അത് കൊടുക്കാൻ വേണ്ടി പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് പേഴ്സ് പോക്കറ്റടിച്ചു പോയത് കഥാനായകൻ മനസ്സിലാക്കുന്നത്. അയാൾ ആ സത്യം പറഞ്ഞുവെങ്കിലും ഹോട്ടലുകാരൻ വിശ്വസിച്ചില്ല. തട്ടിപ്പാണെന്ന് കരുതി അയാളെ ആപേക്ഷിക്കാനാണ് ഹോട്ടലുകാരൻ ഒരുങ്ങുന്നത്. ഷർട്ടും ഷൂസും ട്രൗസറും ഊരി വെപ്പിച്ച് അയാളെ പരസ്യമായി അപമാനിക്കാനുള്ള ശ്രമമാണ് ഹോട്ടലുകാരൻ നടത്തുന്നത്. ദയക്ക് വേണ്ടി കഥാനായകൻ ചുറ്റും നോക്കി. കാരുണ്യത്തിന്റെ ലക്ഷണം ആരുടെയും മുഖത്ത് തെളിഞ്ഞു കണ്ടില്ല. എന്തു ചെയ്യണമെന്നറിയാതെ വിഷണ്ണനായി നിൽക്കുന്ന കഥാനായകനെ രക്ഷിക്കാൻ അപരിചിതനായ ഒരു മനുഷ്യൻ മുന്നോട്ട് വരുന്നു. ദീർഘകായകനായ ആ മനുഷ്യൻ ഹോട്ടലുകാരന്റെ ബില്ല് തീർത്ത് കഥാനായകനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് കഥാനായകൻ വിഷമിച്ചു. അദ്ദേഹത്തിനെ പോലുള്ള ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ല എന്ന് വരെ അയാൾ പറഞ്ഞു. നന്ദി പറഞ്ഞ് കഥാനായകൻ യാത്ര പറയുമ്പോൾ ആ അപരിചിതൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് 5 പേഴ്സുകൾ പുറത്തെടുത്തു. അതിലേതാണ് തൻ്റെതെന്ന് പറയാൻ കഥാനായകനോട് ആവശ്യപ്പെട്ടു. അയാൾ തൻ്റെ പേഴ്സ് തൊട്ട് കാണിച്ചു. അത് അയാൾക്ക് കൊടുത്തിട്ട് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന ആശംസയും പറഞ്ഞു അയാൾ. കഥാനായകനാകട്ടെ ദൈവം ആ മനുഷ്യനെയും
തന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു സംഭവമാണ് മനോഹരമായ ഒരു കഥയായി ബഷീർ തൻ്റെ ഭാവനയിൽ ഇതൾ വിടർത്തിയത്. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു പശ്ചാത്തലം വിവരിക്കുന്നുണ്ട്. മനുഷ്യത്വം തൊട്ടു തെറിച്ചിട്ടില്ലാത്ത ഒരു നഗരം കഥാകൃത്ത് കാണിച്ചു തരുന്നുണ്ട്. ക്രൂരതയാണ് അതിൻ്റെ മുഖമുദ്ര. ഈ സൂചനകൾ കഥാകൃത്ത് നൽകുന്നത് കാരുണ്യത്തിൻ്റെ ഉറവ അവിടെയും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് കാണിക്കാനാണ്. പക്ഷേ അവിടെ തന്നെ കാരുണ്യത്തിൻ്റെ മുഖം തെളിയുന്നത് കാട്ടിത്തരുകയും ചെയ്യുന്നു. സംഗീതത്തിന്റെ ആലാപന സൗന്ദര്യവുമായി നമ്മുടെ സ്നേഹപ്രസാദും ടാവിഷും. Like an island of calm in dark stormy seas, God's people are living in peace. With our eyes of faith, we see beyond the clouds and know that the storm soon will cease. To the ends of the earth there'll be peace at last for all eternity. From the valleys below to the mountain tops, all creation will sing peace at last. When the new world is here, all will be one, on earth and in heaven above. And the peace we'll know we've never known before, a world ruled by justice and love. To the ends of the earth there'll be peace at last for all eternity. From the valleys below to the mountain tops, all creation will sing peace at last. To the ends of the earth there'll be peace at last for all eternity. From the valleys below to the mountain tops, all creation will sing. To the ends of the earth there'll be peace at last for all eternity. From the valleys below to the mountain tops, all creation will sing peace at last. Peace at last. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കാർഷിക കേരളത്തിൽ കൃഷിയുടെ നടുവൊടിഞ്ഞോ? കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു യുവതലമുറയ്ക്ക്. കൃഷിയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു സാഞ്ചസ് എ.വി. നമസ്കാരം, എൻ്റെ പേര് സാഞ്ചസ്. ഞാൻ ഇവിടുന്ന് സംസാരിക്കാൻ പോകുന്നത് കൃഷിയെക്കുറിച്ചാണ്. മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ആരോഗ്യകരവും ഉപകാരപ്രദവും ശ്രേഷ്ഠവുമായ തൊഴിലാണ് കൃഷി എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് കൃഷി ചെയ്യുന്നവരും കൃഷി ചെയ്യുന്ന ഇടങ്ങളും കുറഞ്ഞു വരുന്നു. പണ്ട് കേരളത്തിലെ പ്രധാന തൊഴിലും വരുമാന മാർഗവും കാർഷിക വൃത്തിയായിരുന്നു. എന്നാൽ ഇന്നോ പണത്തിനായി നാണ്യവിള കൃഷി ഉണ്ടെങ്കിലും കേരളീയൻ്റെ വയറുനിറയണമെങ്കിൽ അന്യസംസ്ഥാനക്കാർ കനിയണം.
നമുക്ക് തനതായ കാർഷിക സംസ്കാരവും കൃഷിരീതികളും നമ്മുടെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ കൃഷിരീതികളും അറിവുകളും വിത്തുകളും നമുക്ക് പലപ്പോഴായി കൈമോശം വന്നിരിക്കുന്നു. കൃഷിക്ക് വളരെ ഉയർന്ന പദവി നൽകിയിരുന്ന നാം അന്നമുണ്ടാക്കുന്നവനെ ദൈവമായി കണ്ടിരുന്നു. ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. അമിതമായ രാസവള പ്രയോഗങ്ങളും കീടനാശിനികളും ഇല്ലാത്ത നമുക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ പരിസരത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയണം. പഠനത്തോടൊപ്പം തന്നെ കൃഷി ചെയ്യാനും നമ്മുടെ കുട്ടികൾ പഠിക്കണം. കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സസ്യ വളർച്ചയെ നിരീക്ഷിക്കാനും തൊഴിലിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാനും പഠിക്കുന്നു. കൃഷി പല കാരണങ്ങളാലും ലാഭകരമല്ലാത്തത് കൊണ്ടാണ് പലരും കൃഷിയിൽ നിന്ന് പിന്തിരിയുന്നതും വേറെ ജോലികൾ കണ്ടെത്തുന്നതും. കൃഷിയിടങ്ങൾ സംയോജിത കൃഷിരീതികളും നടപ്പിലാക്കിയാൽ കൃഷി ലാഭകരമാക്കാൻ കഴിയും. ഇടവിള കൃഷിയും കന്നുകാലി പരിപാലനവും മത്സ്യ കൃഷിയും തുടങ്ങിയ കൃഷിരീതികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കൃഷിയിൽ നിന്ന് പൊന്നു വിളയിക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല ജീവിതശൈലി രോഗങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ഉള്ള ഒറ്റമൂലി കൃഷിയിലേക്ക് തിരിയുക എന്നാണ്. ഒരു ചെടി നടുമ്പോൾ അതിന് പുതിയ തളിരും തളിർപ്പും പൂവും കായും ഉണ്ടാകുമ്പോൾ കിട്ടുന്നൊരു ഊർജവും സന്തോഷവും സമാധാനവും നൽകാൻ മറ്റൊന്നിനും കഴിയില്ല. കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലുമുറിയെ പണിത പല്ലുമുറിയെ തിന്നാം എന്ന പഴഞ്ചൊല്ല് ഇന്നത്തെ ജീവിത രീതിക്ക് തികച്ചും ചിന്തനീയമാണ്. അധ്വാനിക്കുന്നവന് ഭക്ഷണം മരുന്നാകും. എന്നാൽ അധ്വാനം ഇല്ലാതെയുള്ള ഇന്നത്തെ ആഹാര രീതിയാണ് നമ്മുടെ അനാരോഗ്യത്തിന് പലപ്പോഴും കാരണമാകുന്നത്. കൃഷിയും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒന്നിച്ചാൽ കൃഷിപ്പണികൾ ലഘൂകരിക്കാൻ മികച്ച വിളവിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരമാകും. മണ്ണറിഞ്ഞ് വിത്തറിഞ്ഞ് കൃഷി ചെയ്യാനും പുതിയ രീതികളും മാർഗങ്ങളും ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞാൽ കാർഷിക മേഖല പുതിയൊരു തലത്തിലേക്ക് എത്തിപ്പെടും. നമുക്ക് ഓരോരുത്തർക്കും എഞ്ചിനീയറോ ഡോക്ടറോ അധ്യാപകനോ കലാകാരനോ ആകുന്നതോടൊപ്പം കൃഷിക്കാരനും ആകാം. നന്ദി, നമസ്കാരം. വാർത്തകൾ രസകരമാക്കുന്നത് അതിലൽപ്പം കൗതുകമുണ്ടാകുമ്പോഴാണ്. കൗതുക വാർത്തകൾ കേൾക്കാം അൾട്രീന എഡിസണിൽ നിന്നും. തേനീച്ചകൾക്ക് പലതരം ജോലികൾ ഉണ്ട്. ഭക്ഷണം തേടൽ, പൂമ്പൊടി ശേഖരണം, കാവൽ നിൽക്കൽ, ചത്ത തേനീച്ചകളെ സംസ്കരിക്കൽ. തലച്ചോറിൽ പ്രത്യേകം തരം ജനിതക പാറ്റേണുകളുള്ള ചില തേനീച്ചകളുടെ ജോലി ചത്ത തേനീച്ചകളെ തേനീച്ചക്കൂടുകളിൽ നിന്ന് നീക്കം ചെയ്യലാണ്. ചൈനീസ് പുതുവർഷത്തിൽ എല്ലാ ചൈനക്കാർക്കും 1 വയസ്സ് കൂടും. അവർ ജനിച്ചത് എന്നായാലും. ചീറ്റപ്പുലികളുടെ മുഖത്തെ കറുത്ത വരകൾ സൺഗ്ലാസുകൾ പോലെയാണ്. അവ സൂര്യപ്രകാശം പിടിച്ചെടുത്ത് വേട്ടയാടുമ്പോൾ കൂടുതൽ നന്നായി കാണാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 60,000 മൈൽ രക്തക്കുഴലുകളുണ്ട്. അവയെല്ലാം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ കൂടിച്ചേർത്താൽ അവയ്ക്ക് ലോകത്തെ 2 തവണ ചുറ്റാൻ കഴിയും. പശുക്കൾക്ക് അവ ജീവിക്കുന്ന പ്രദേശങ്ങളനുസരിച്ച് ശബ്ദത്തിൽ സ്വരഭേദമുണ്ടാകും. മനുഷ്യരെ പോലെ തന്നെ. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ശാസ്ത്ര പരീക്ഷണങ്ങൾ രാജ്യത്തിന് എന്നും മുതൽക്കൂട്ടാകുന്നു. ആഗ്നസ് അനീറ്റ ദാ നമുക്ക് വേണ്ടി ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നു. ഞാനിന്ന് ഒരു പരീക്ഷണമാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പരീക്ഷണം ചെയ്താലോ? ഈ പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ: 2 പ്ലാസ്റ്റിക് കുപ്പി, ഒരു വാട്ടർ പൈപ്പ്, വെള്ളം, ഒരു ബലൂൺ. ഇനി നമുക്ക് പരീക്ഷണം ചെയ്യുന്ന രീതി നോക്കാം. ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഈ കുപ്പിയിൽ നടുവേ ഒരു ദ്വാരം തുളച്ച് ആ ദ്വാരത്തിലൂടെ പൈപ്പിൻ്റെ 1-ാമത്തെ അറ്റം ഫിക്സ് ചെയ്യാം. വാട്ടർ പൈപ്പിൻ്റെ 2-ാമത്തെ അറ്റം 2-ാമത്തെ കുപ്പിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളമൊഴിച്ച കുപ്പിയുടെ മുകളിലേക്ക് ഒരു ബലൂൺ വീർപ്പിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം ആ പൈപ്പിലൂടെ 2-ാമത്തെ കുപ്പിയിലേക്ക് വീഴുന്നത് കാണാം. നിരീക്ഷണം: ആദ്യം ഞാൻ ഈ കുപ്പിയിൽ ബലൂൺ ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് വെള്ളമൊഴിച്ചപ്പോൾ വെള്ളം 2-ാമത്തെ കുപ്പിയിലേക്ക് കടക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ 2-ാമത് ബലൂൺ ഞാൻ കുപ്പിയിൽ ഫിക്സ് ചെയ്തപ്പോൾ വെള്ളം 2-ാമത്തെ കുപ്പിയിലേക്ക് പ്രവേശിച്ചു. നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്.
സ്കൂൾ പ്രധാന വാർത്തകൾ വായിക്കുന്നു ഹെൽന ടീച്ചർ. പ്രധാന വാർത്തകൾ. 8-9 ക്ലാസ്സുകളിലെ കുട്ടികളുടെ വാർഷിക പരീക്ഷ ആരംഭിച്ചു. നമ്മുടെ വിദ്യാലയത്തിലെ 8-9 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള വാർഷിക പരീക്ഷ ഫെബ്രുവരി 24-ാം തീയതി ആരംഭിച്ചു. SSLC വിദ്യാർത്ഥികൾക്കായി ദിവ്യബലിയും പ്രാർത്ഥനയും. ഈ വർഷം SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഫാദർ ജോർജ് ടിങ്കു പുന്നക്കാട്ടിൽ പ്രാർത്ഥിച്ചു. തുടർന്ന് SSLC വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് വിതരണവും നടത്തി. 8-9 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ആനുവൽ IT പ്രാക്ടിക്കൽ എക്സാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റേറ്റ് ലെവൽ അബാക്കസ് എക്സാമിന് നമ്മുടെ വിദ്യാലയത്തിലെ 8Bയിലെ സൂര്യകിരൺ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. SSLC വിദ്യാർത്ഥികളുടെ ആനുവൽ എക്സാം മാർച്ച് 3-ന് ആരംഭിക്കും. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി. ഏക്സി കുട്ടികളും ഗ്രീറ്റി ടീച്ചറും തൽക്കാലം റേഡിയോ പ്രിയോറിനോട് വിട പറയുന്നു. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ